ഭഗവത്ഗീത സാംഖ്യയോഗം 16-ാമത്തെ ശ്ലോകം. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതക ഉഭയോരവി ദൃഷ്ടാന്ത ത്വനയോ തത്വദർശിപ്പിക്കും. അതായത് മിഥ്യയായൊരു വസ്തുവിന്, അസത്തിന് ഒരിക്കലും ഉണ്മയില്ല. സത്യത്തിൽ ഉള്ളതായ വസ്തുവിന്, സത്തിന് ഒരിക്കലും അഭാവവുമില്ല. സത്തിൻ്റെയും അസത്തിൻ്റെയും ഈ രണ്ടിൻ്റെയും യാഥാർത്ഥ്യം തത്വദർശികൾ, ജ്ഞാനികൾ നല്ലപോലെ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് ഇല്ലായ്മയിൽ നിന്നും ഒരു വസ്തുവും ഇവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പൂർവ്വരൂപം ഉണ്ടായിരിക്കും. ആ പൂർവ്വരൂപം മാറിയിട്ടാണ് ഇപ്പോൾ കാണുന്ന ഈ രൂപം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴുള്ള ഈ രൂപവും ഭാവിയിൽ മാറും. ഇങ്ങനെ മാറ്റങ്ങളുടെ ഒരു തുടർക്കഥയാണ് പ്രപഞ്ചം. ഇവിടെ യാതൊന്നും തന്നെ നശിക്കുന്നില്ല, മാറ്റം മാത്രമാണ് സംഭവിക്കുന്നത്. ഈ ലോകത്ത് എങ്ങോട്ട് നോക്കിയാലും മാറ്റം മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇന്നലെയുള്ളത് ഇന്നില്ല, ഇന്നുള്ളതല്ല ഇനി നാളെ നമ്മൾ കാണുന്നത്. എല്ലാം ഇങ്ങനെ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. ഇത് കാഴ്ചയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ അനുഭവങ്ങളുടെ കാര്യത്തിലും ഇത് അങ്ങനെ തന്നെയാണ്. വെള്ളവും നീരാവിയും ഐസുകട്ടയും എല്ലാം ഒരു വസ്തു തന്നെയല്ലേ. വെള്ളം കട്ട പിടിച്ച് ഐസാകുന്നു, ഐസ് ഉരുകി വീണ്ടും വെള്ളമാകുന്നു. ഇങ്ങനെ ഗുണങ്ങൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ നാമവും രൂപവും മാറുന്നു. ഒരേ അരി കൊണ്ട് നമ്മൾ ചോറുണ്ടാക്കുന്നു, പുട്ടുണ്ടാക്കുന്നു, ദോശയുണ്ടാക്കുന്നു, ഇഡ്ഡലി ഉണ്ടാക്കുന്നു. ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് അരിയാണ്. ആ അടിസ്ഥാന വസ്തു മാറുന്നില്ല. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരം കത്തിക്കുന്നില്ലെങ്കിൽ അത് പുഴുവായി പരിണമിക്കും. കത്തിക്കുകയാണെങ്കിൽ അത് മണ്ണിലേക്ക് ലയിച്ചു ചേരും, മണ്ണായിത്തീരും. മണ്ണിൽ നിന്നുണ്ടായി മണ്ണിൽ നിലനിന്ന് മണ്ണിൽ ലയിക്കുന്നതാണ് ഈ കാണുന്നതെല്ലാം തന്നെ. ഇവിടെ പുതുതായി ഒന്നും ഉണ്ടാകുന്നില്ല, ഉള്ളത് നശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മിഥ്യയായിട്ട് ഒന്നുമില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ ഉള്ളതിൻ്റെ പരിണാമം മാത്രമാണ് നമ്മൾ കാണുന്നത്. വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ട്. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് എങ്ങോട്ടാണ് പോയത് എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? വെളിച്ചത്തിൻ്റെ അഭാവം മാത്രമാണ് ഇരുട്ട്, അല്ലാതെ ഇരുട്ടിന് പ്രത്യേകിച്ച് ഒരു അസ്തിത്വം ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യവും. ഒരു വിളക്ക് തിരിയിൽ നിന്നും 10,000 വിളക്ക് തിരികൾ കത്തിച്ചാലും ആ വിളക്കിലെ പ്രഭയ്ക്ക്, ശോഭയ്ക്ക് ഒരു മങ്ങലും വരുന്നില്ല. അത് പൂർണ്ണമായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറഞ്ഞത് ഇവിടെയുള്ളതെല്ലാം പൂർണ്ണമാണ്. പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണത്തെ എടുത്തു മാറ്റിയാലും അപ്പോഴും അവശേഷിക്കുന്നത് പൂർണ്ണമാണ്. ഇവിടെ ഒന്നും ആർക്കും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ആ യാഥാർത്ഥ്യം മാത്രമാണ് സത്യമായിട്ടുള്ളത്, നിത്യമായിട്ടുള്ളത്, മുക്തമായിട്ടുള്ളത്. ഇതറിയാതെ നമ്മൾ വെറുതെ ഭ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഉപനിഷത്ത് പറയുന്നു, ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. ഇതെല്ലാം ഒരേ ഒരു സത്യത്തിൻ്റെ വിവിധ മുഖങ്ങൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഉള്ളതെല്ലാം തന്നെ പഞ്ചഭൂതാത്മകമാണ്. വായു, ആകാശം, അഗ്നി, ഭൂമി, ജലം. ഈ 5 എണ്ണമാണ് ഇവിടെ ഉള്ളത്. ആറാമതൊന്നില്ല. ഈ 5ൻ്റെ കൂടിച്ചേർച്ചയും വേർപിരിയലുമാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാലും ഈ 5 എണ്ണം ഒരിക്കലും വേർപിരിയുന്നില്ല, ഒന്നിച്ച് തന്നെ നിൽക്കുന്നു. അത് പരിണമിക്കുന്നു, അത്രയേ ഉള്ളൂ. വായുവിന് നാശമില്ല, ഭൂമിക്ക് നാശമില്ല, വെള്ളത്തിന് നാശമില്ല, അഗ്നിക്ക് നാശമില്ല, ആകാശത്തിന് നാശമില്ല. ഇതെല്ലാം എന്നും ഉള്ളതാണ്. അത് പരിണമിച്ച് പല രൂപത്തിലാവുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ ബോധിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നും നശിക്കുന്നില്ല എന്ന സത്യമാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.